ക്രിക്കറ്റ് എന്നാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു വികാരം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു വികാരം. അത് ചിലർ കളിയാക്കി ക്രിക്കറ്റ് ഭ്രാന്ത് എന്ന് പറയുന്നു. അതെ, നിങ്ങളങ്ങനെ പറയുകയാണെങ്കിൽ ഞാനും ഒരു ഭ്രാന്തനാണ്. ആ ഭ്രാന്തിലൂടെ കണ്ടു മറിഞ്ഞു വളർന്ന എനിക്ക് കുഞ്ഞുനാൾ മുതൽ മനസ്സിലുണ്ടായിരുന്ന ഒരു മോഹമായിരുന്നു ലോർഡ്സ്, ദ ഹോം ഓഫ് ക്രിക്കറ്റ്, ക്രിക്കറ്റിൻ്റെ മക്ക. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു ആഗ്രഹം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലുണ്ടല്ലോ, ഞാൻ ആ ഒരു ഫീലിലായിരുന്നു ലോർഡ്സിലെത്തിയത്. അവിടെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ആയിപ്പോയി ഞാൻ. നമ്മൾ ടി വിയിലും ഇതിലും കണ്ടു വളർന്ന ആ ലോർഡ്സ് എന്നുള്ള ഗ്രൗണ്ടിൽ നമ്മൾ പോകുന്നു, ഒരു മത്സരം കാണാനായി സാധിക്കുന്നു. അതും വളരെ മനോഹരമായ ഒരു മത്സരം. ആദ്യം കുറച്ച് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് നമ്മൾ ഏകദേശം പരാജയം ഉറപ്പിച്ചെടുത്തുനിന്ന് ടെസ്റ്റ് ക്രിക്കറ്റ് അതിൻ്റെ ഏറ്റവും മനോഹരിതമായ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതുതന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നെപ്പോലുള്ള ഒരു ക്രിക്കറ്റ് ഭ്രാന്തന് ഇതിൽ കൂടുതൽ എന്താണ്, അതും ഇത്ര മെമ്മറബിളായിട്ടുള്ള ഒരു ഗ്രൗണ്ട്. ഞാനിന്നലെ ഗ്രൗണ്ടിലിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് പല പല കാര്യം എനിക്ക് ഏകദേശം ആ ഒരു ബാൽക്കണിയുടെ അടുത്തായിട്ടായിരുന്നു എൻ്റെ സിറ്റിങ്ങും കാര്യങ്ങളും. ആ ഒരു ടൈമിൽ സൗരവ് ദാദയെ മറക്കാത്ത ആളുകൾ കാണില്ല. ദാദ ലോഡ്സിൽ കയറി ഷർട്ട് ഊരി വീശിയ മൊമെൻ്റായിരുന്നു എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. ഒരു ടെസ്റ്റ് മത്സരമായിരുന്നിട്ട് പോലും ഏകദേശം 6 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള കുട്ടികൾ അവരുടെ മാതാപിതാക്കളുമായിട്ടും 80ഉം 90ഉം വയസ്സ് മുകളിലുള്ള ആളുകൾ അവരുടെ മക്കളുടെ സഹായത്തോടു കൂടിയും ഗ്രൗണ്ടിലെത്തിയത് വളരെ ഒരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. മത്സരമാകുമ്പോൾ ജയവും പരാജയവും സ്വാഭാവികം. എങ്കിലും തലയെടുപ്പോടുകൂടി തന്നെ ലോഡ്സിൽ നിന്ന് മടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ടീം കാഴ്ചവെച്ച മത്സരം തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. എസ്പെഷ്യലി രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ and Mohammad Siraj. Hats off you guys. Thank you.